ചത്ത് കിടക്കണു. സ്നേഹം തുളുമ്പുന്ന മുഖം. അതായത് സ്പെയിനിന്റെ ഏറ്റവും അറ്റത്ത്. ഇവിടെ വന്നത് അണ്ണാൻകുഞ്ഞിനെ കാണാനായിട്ട് ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു കല്ലെടുക്കാം. എനിക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ബീച്ചാണിത്. ന്യൂഡ് ബീച്ച് കണ്ട് വായി നോക്കി നടന്ന് തെറ്റടിച്ച് വീണു. ഇതേ ഒരു മീന് ഞങ്ങൾക്ക് ഇവിടുന്ന് കുറെ കൊഞ്ചിന് കിട്ടി. ഞങ്ങള് മാത്രമേ നമ്മളൊരുപാട് വെയിലും ഉണ്ടട്ടാ. കണ്ട ഒരു ചോദിച്ചിരിക്കണ്ണന്റെ മാതിരി തോന്നിക്കും. നമുക്ക് ഇവനെ കാണാനായിട്ട് പോവാം. ഇതിന്റെ പേര് സീൽ എന്നാണ്. അപ്പൊ സീലിനെ കാണാൻ പോയാലോ? ഇവിടെ ഇങ്ങടേക്ക് പോണെങ്കിൽ മൊന്താഞ്ഞിലേക്ക് പോവാം. ഇവിടേക്ക് പോവാണെങ്കിൽ ഇതിലെ പോവാം. ചത്ത് കിടക്കണു രണ്ടെണ്ണം. ഇതുപോലെ കിടക്കുമല്ലേ? ഇതൊരു അമ്മൂമ്മയാണ്. ഭയങ്കര സൂപ്പർ അമ്മൂമ്മ. സ്നേഹം തുളുമ്പുന്ന മുഖം. ഉണ്ടാക്കി വെച്ചത് ഈ അമ്മൂമ്മയാന്ന് തോന്നണം. ഫേരിന്ന് വന്ന് ഇറങ്ങിയിട്ട് എല്ലാ ആളുകളും ഈ ഒരു കൂടാരത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നുണ്ട്. എന്നാ പിന്നെ കയറി നോക്കാന്ന് വിചാരിച്ച് ഞങ്ങളും അവിടേക്ക് യാത്ര പുറപ്പെട്ടു. ലാബോസിന്റെ ഐലൻഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാർക്ക് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയാൻ നമുക്കൊന്ന് കയറി നോക്കാം. നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഇസ്ലാദി ലാബോസിലാണ്. ഒരു ഐലൻഡാണ് ലാബോസിന്റെ ഐലൻഡിൽ, അതായത് സ്പെയിനിന്റെ ഏറ്റവും അറ്റത്ത്. ഇവിടെ നമ്മള് ചെറിയൊരു ടൂറിസ്റ്റ് സെന്റർ ഉണ്ട്. നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോകാം. യെസ് ഗൈസ്, ഇതൊരു ചെറിയ ഏരിയ ആണ്. ഇതിനകത്ത് മൂത്രപ്പുരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയുള്ള ഈ ഒരു കടലിലുള്ള ജീവികൾ, ഇവിടെ കടലിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടാവുന്ന കുറേ സസ്യങ്ങൾ, പിന്നെ ഇവിടുത്തെ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു വീഡിയോ അടങ്ങുന്ന ഒരു സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ സീല്, പിന്നെ ലാബോസ്, മാറ്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അവിടുത്തെ എക്സിബിഷൻ ഹാളിൽ നിന്ന് നേരെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ്. എത്രത്തോളം ക്യാമറയിൽ പതിവെന്ന് അറിയാൻ പാടില്ല. അവിടെ ഒരു ചുഴലിക്കാറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ ചുഴലിക്കാറ്റ് കാണുന്നത്. കടലിന്റെ ഉള്ളിൽ നിന്ന് മുകളിലോട്ട് ചുഴലിക്കാറ്റ് വീശും. നേരിട്ട് കാണുന്ന എനിക്ക് വേറിട്ട അനുഭവം തന്നെയായിരുന്നു. സാധാരണ ഇവിടെ കംപ്ലീറ്റ് ചുറ്റാനായിട്ട് ഞാൻ വീഡിയോയിലൊക്കെ ഈ ഒരു സംഭവമാണ് ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഒരു 5-6 പേരെയും കൂട്ടിയിട്ട് അവര് ഈ ഒരു ജീപ്പ് പോലത്തെ സംഭവത്തിലൊന്ന് കറങ്ങും. അല്ല, ഇവിടെ തന്നെയാ. ഈ ഒരു കല്ലിനൊക്കെ എന്ത് പ്രത്യേകതയാ നോക്കി. ഈ കല്ലിനൊക്കെ ഇങ്ങനെ കുരുകുരി വന്നേക്കണു. നോക്ക്, ഒരു വളഞ്ഞും പൊളഞ്ഞും ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത്. കംപ്ലീറ്റ് അങ്ങേറ്റം ഇത്രയും പേര് നമ്മുടെ കൂടെ വന്നിട്ട് ഇവർ ആരും കാണാൻ പറ്റാത്ത രീതിയിലായി പോയി. അതെ, ഓ അതുകൊണ്ട് അവർ എഴുതി വെച്ചേക്കണത്. പിന്നെ എന്താ വെച്ചേക്കണ, ഡു നോട്ട് ലെറ്റ് ദ ട്രെയിൽ ഇടിക്ക് കടക്കാൻ പാടില്ലെന്നോ. എന്ത് പ്രത്യേകതയാണല്ലോ ഈ കല്ലിനൊക്കെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അതിശയം തോന്നണേ. ഇത് പകുതിയേ കണ്ടുള്ളൂ. ഇത് മാറ്റണം, എന്നിട്ട് കാണാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ കല്ല്. എൻ്റെ അമ്മ, ഇത് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ആദ്യമായിട്ട് നമ്മള് വെയിറ്റ് കുറവാണ്. അതങ്ങനെ ഇട്ടെങ്കിച്ചാലോ പൊട്ടി തെറിച്ചാലോ. ഒരു കുഞ്ഞു കല്ലെടുക്കാം. അതല്ല അച്ഛാ, ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ വരുമ്പോ നമ്മുടെ ഒരു ഓർമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ശരിയാണ്. പക്ഷെ പല കല്ലുകൾ കാണുമ്പോ ഇത് ഇനി കിട്ടൂലല്ലോ എന്നുള്ളൊരു ഇതില് വീണ്ടും മറന്ന് വീണ്ടും എടുക്കാൻ പോവും. പല സ്ഥലങ്ങളിലാ വഴികള്. എല്ലായിടത്തേക്കും വഴികൾ ഉണ്ട്. വഴികൾ പല പല വഴികൾ, എങ്ങോട്ട് പോണെന്നറിയില്ല. കൈവരയുണ്ട്, കാൽവരയുണ്ട്. ഓ മൈ ഗോഡ്. നടക്കുമ്പോ ഏത് ലൈനിന്റെ പുറത്തേക്ക്? അതെന്താ പുറത്തേക്ക് കടന്ന എന്താ കുഴപ്പം?
എന്തേലും പ്രശ്നം ഉണ്ടാവൂലേ? പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് അപകടം പറ്റാനുള്ള സാധ്യതകൾ കൂടുതൽ. അതിനെന്തിട്ട് ഇവിടെ അപകടം പറ്റാനായിട്ട് ഒന്നുമില്ലല്ലോ. എല്ലാം ഉരുളൻകല്ലുകളാണ്. ചിലപ്പോ ഇതിന്റെ പെടച്ച് അതിന്റെ മുകളിൽ കയറി വിചാരിച്ചാ അവിടെ നേരത്തെ ഒന്നും തൊലി ഒരെണ്ണം പോലും ബാക്കി ഉണ്ടാവില്ല. ഓ, എനിക്ക് വേദന എടുക്കണം ഇപ്പൊ തന്നെ. ലൈഫില് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യണം അല്ലേ? അങ്ങനെ കുറച്ച് കാശ് പോകണം. കാശ് വായിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കിത് വെറുത്തായിട്ട് തോന്നിയേക്കണേ. കാരണം അത് ശരിയാണ്. അല്ലെങ്കിൽ പിന്നെ നീന്തൽ പിടിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീന്തിച്ചനെ ഡോൾഫിന്റെ അതിന് മുകളിലേക്ക് കയറ്റി വിട്ടിട്ട് ചോര കുണ്ടിക്കോ എവിടെയെങ്കിലും കുത്തട്ടെ. എന്നാലും നമുക്ക് കാശ് പോകണ്ടൊരു സാധനം വിളിച്ചാ. കാശ് പോണ്ടിരിക്കണമെങ്കിൽ കാശില്ലാണ്ടിരിക്കണം. അയ്യോ, അങ്ങനെ അങ്ങനെ നടന്നു പോകാൻ പറ്റണേ? അതിന്റെ ഇടയിലുള്ള കടൽ കാണാൻ പറ്റാത്തോണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മതിയായിരുന്നല്ലോ. ഞാൻ ആലോചിച്ചപ്പോ പക്ഷെ നമ്മള് പുറത്തുവന്നവരേലും എത്തും. പിന്നെ അവിടുന്ന് ബസ് പിടിച്ചാണ് ഇങ്ങോട്ട് വരാം. അവിടുന്നാണ് പാതിരാത്രിക്ക് ഒരു ബസ്സും ഇല്ല. അപ്പൊ അവിടുന്ന് നടക്കേണ്ടി വരും. അതെ. ദിസ് ഈസ് വർത്ത്. വേണ്ട, ചിലപ്പോ പാർക്ക് കിട്ടിയാലോ. വാവ്, കാറ്റ് ഗൈസ്, കാറ്റ് കാറ്റ്. നമ്മളിവിടെ വന്നത് അണ്ണാൻകുഞ്ഞിനെ കാണാനായിട്ടാ. പക്ഷെ അണ്ണാൻകുഞ്ഞു പോയിട്ട് എന്റെ അപ്പനെ പോലും കാണാനില്ലല്ലോ. അണ്ണാൻകുഞ്ഞില്ല മണ്ണാൻകുഞ്ഞില്ല ഇവിടെ. ചിലപ്പോ അവര് പറഞ്ഞത് മറ്റേ തമിഴന്മാരുടെ അണ്ണൻ ഉണ്ടാവോ. ഒരു കുഞ്ഞു ഉരുളങ്കല്ലി വേണമെങ്കിൽ എടുക്കുക. ഇത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു കല്ലെടുക്കാം. എനിക്കിഷ്ടപ്പെട്ട കല്ലാണ് അത്. ശരിക്കും നല്ലൊരു ഷേപ്പും ഉണ്ട്. കിട്ടിയ അവസാനം ഗൈസ്, ഇവിടെ ഒരു ബീച്ചാണ്. ബീച്ചിൽ നമുക്ക് ലാസ്റ്റ് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടേക്ക് പോവാം. ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്ക് തണലൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ ഒരിതാണ്. ഇവിടേക്ക് നമുക്ക് താഴത്ത് ഇറങ്ങാൻ പറ്റും. നമ്മുടെ അപ്പുറത്തെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബീച്ച് സൈഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഏരിയകളുണ്ട്. ഇതായിരിക്കും ഐ തിങ്ക് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചേക്കുന്നതിന്റെ താഴെയായിട്ട് ഞങ്ങൾ നടന്നു വന്നു. പിന്നെ കണ്ടത് ഒരു ബീച്ച് സൈഡാണ്. നാച്ചുറൽ ആയിട്ടുള്ള ബീച്ച് അപ്പർ സൈഡിലാണ് കേട്ടോ. ഇത് റെസ്റ്റോറന്റിന്റെ പല പല ഭാഗങ്ങളാണ്. ഇവിടുന്ന് നമുക്ക് ഇനി മുകളിലോട്ട് കയറണം. അണ്ടർഗ്രൗണ്ടിലാണെന്ന് തോന്നുന്നു റെസ്റ്റോറന്റ്. ഒരു വാതിലുണ്ട്. അതിൽ ഞാൻ 2 കൊട്ടൊക്കെ കൊടുത്തു നോക്കി. ആരും തുറക്കാനില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഓരോ ക്യൂരിയോസിറ്റി നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് എന്താന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും. റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് താഴത്തേക്ക് പോകണം. ഈ ഒരു ഐലൻഡിൽ ആകെ ഒരു റെസ്റ്റോറന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇവിടുത്തെ റെസ്റ്റോറന്റിന് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. കൊറിയലേഹസിൽ ഒരുപാട് ഫുഡ് വെറൈറ്റി കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ട് റിസർവേഷന് വേണ്ടിയിട്ട് അടിപിടി കൂടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ചിലപ്പോ ഈ ഇസ്ലാദി ലാബോസിൽ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇത്ര തിരക്ക്. റെസ്റ്റോറന്റ് താണ്ടി നമ്മളിതേ ഈ റെസ്റ്റോറന്റിന്റെ മുകളിലുള്ള ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ബീച്ച് സൈഡ് കാണാൻ സാധിക്കും. ഇവിടുത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ നേക്കഡ് ബീച്ചാണ്. സ്പെയിനില് ലാബോസ് ദ്വീപിൽ മാത്രമാണ് ഈ ഒരു നേക്കഡ് ബീച്ച് ഉള്ളൂ എന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ വെയിൽ കൊള്ളാനും മറ്റുമായിട്ട് കിടക്കുന്നുണ്ട്. സ്പാനിഷുകാർക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ വെയിലൊക്കെ. ഇവർക്ക് വെയിലടിച്ച് കറുത്ത നിറവും ടാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വെയിലുള്ള സമയങ്ങളിൽ വെള്ളത്തിൽ കിടന്നിട്ട് ഇവർ നന്നായിട്ടൊന്ന് കുളിക്കും. എന്നിട്ട് വീണ്ടും വെയിൽ കൊള്ളും. പിന്നെ പറയേ വേണ്ട, ദേഹത്ത് മൊത്തം ടാനായിരിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ബീച്ച് ജീവിതം. ഇസ്രായേലുള്ള വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂഡ് ബീച്ചാണിത്. ന്യൂഡ് ബീച്ച് കണ്ട് വായി നോക്കി നടന്ന് തെറ്റടിച്ച് വീണു. നമ്മൾ നിൽക്കുന്നത് ന്യൂഡ് ബീച്ചിന്റെ ഇതിലാണ്. പ്രത്യേകിച്ച് ഞാൻ ന്യൂഡ് ബീച്ചിന്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. പക്ഷെ ഞാൻ അവരുടെ വീഡിയോ എടുക്കുന്നില്ല. കാരണം അവരുടെ പ്രൈവസി വെച്ച് ഇപ്പൊ വീഡിയോ എടുത്താൽ തന്നെ എല്ലാം ഞാൻ ബ്ലറാക്കി കളയും. അതുകൊണ്ട് നഗ്നരാകുന്ന ആളുകളുടെ മെയിനുകൾ കണ്ട് നിങ്ങൾ സന്തോഷിക്കണ്ട. നടക്ക വെച്ച കുറെ കല്ലില് തീർത്ത് വെച്ച
ഒരുപാട് വീടുകളുണ്ട് കേട്ടോ അവിടെ. ഗൾഫ് മരുഭൂമികളിലെ കെട്ടിടങ്ങള് പോലെ. അത് എന്തുകൊണ്ടായിരിക്കും ഇത് കല്ലില് മാത്രം ചൂടും തണുപ്പും? കല്ലുകൾ കിട്ടാണ്ട്. അല്ല, ചൂടും തണുപ്പും വെക്കാത്തോണ്ടാണ് ഒരുപോലെ. ചൂട് തണുപ്പും ചൂട് വെക്കാണ്ടിരിക്കാൻ മോളിൽ കൂടെ എന്തെങ്കിലും ഇട്ട് വിരിച്ച് സൈഡിൽ ചുമര് വേണമല്ലോ, കാറ്റുണ്ടല്ലോ, പൊള്ളിപ്പോണ്ടിരിക്കും. മെയിൻ ആയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടത്. എന്ത് ചെടിയെന്ന് അറിയാൻ പാടില്ല, ഒരുപാടുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു വോൾക്കാനിക്കിൻ്റെ അവിടെ ഇതുപോലത്തെ ചെടികൾ മാത്രമേ വളരത്തുള്ളൂ എന്ന്. ഇവിടെ കുറേ ചെടികളുണ്ട് ഇതുപോലെ. വന്നിട്ട് നമ്മള് 2 മണിക്കൂറായി. ആയാ? അവരൊന്നും കണ്ടില്ലല്ലോ. 1:30 1:30 ഉള്ളൂ, ഇനി സമയമുണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പോഴാണ് മറ്റേ നേരത്തെ കണ്ട ആ സ്പ്രിംഗ് സീസൺ ആകുമ്പോഴാണ് മറ്റേ ചെടി ആവണത്. മഞ്ഞ കളർ നമ്മൾ വീഡിയോ എടുത്തില്ലേ ആ ചെടി. ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളമൊക്കെ വന്ന കാണാം. ഈ വെള്ളത്തിന് ടേസ്റ്റ് കൂടുതൽ ഉപ്പ് രസമായിരിക്കും അല്ലേ? ഭയങ്കര ഉപ്പ് രസമായിരിക്കില്ല, ഉപ്പ് കുറവായിരിക്കും. ഇത് എവിടുന്നാണ് വെള്ളം വന്നതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഇതാ നോക്കൂ ഗൈസ്, അവിടെ വെള്ളം ഇങ്ങനെ ഒഴുകാണ്. അല്ല ഇവിടെയൊക്കെ ഭയങ്കര നനവാണ്. ഇവിടെ വേലിയേറ്റ സമയത്തുണ്ടല്ലോ വെള്ളം കയറിക്കഴിഞ്ഞ് വെള്ളം പോകുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഡ്രൈ അല്ല, ഭയങ്കര വെയിറ്റാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം ഉറവയുണ്ടെന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിൽ മാത്രം വെള്ളം എവിടുന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനെ കുമ്മിള കുത്തി വെള്ളം ഇത് ഇവിടെ നിന്നൊക്കെ വെള്ളം വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്നൊക്കെ ഒരു കല്ലൊക്കെ മാറ്റി കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേ ഒരു മീന്. ഇച്ച മീൻ ചാടുന്നു, അതും ചെമ്മീൻ. ഇച്ച മീനുകള് ദേ, ഇത് മീനാണ്, ഇതൊരു മീനാ. നോക്ക്, ഇത് മീനാ, മീൻ ചാടുന്നു കണ്ട. വെള്ളത്തിൽ കരക്ക് കയറി പോകണം. അത് മീനല്ല, പിന്നെ ഒരു വേഷം കെട്ടിയത്. ഇതൊരു വേഷം കെട്ടാണോ? അന്ന് അതിന് വെള്ളത്തിലിട്ട് മുക്കി കൊല്ലാം. ഇതിനെയാണ് അവര് ഈ എല്ലാ തൊള്ളയിലും ഉണ്ട് സാധനം. ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. കൊഞ്ച് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊറേ കൊഞ്ചിന് കിട്ടി. ഇതൊരു മീൻകടയാണ്, പ്രവർത്തനരഹിതമായ മീൻകട. ഇച്ചാ അന്ന് ഇട്. അത് ഞവണിക്കല്ല, അത് ചങ്കാണ്. അത് കിടന്നേ, ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു ശങ്കിനെ കിട്ടി. ഞാൻ വിചാരിച്ചു ഒച്ചായിരിക്കുമെന്ന്. എല്ലാം താ വീട്ടിൽ കൊണ്ടുപോവാം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടതാ, പക്ഷെ ഇതെനിക്ക് വലിയ ആവശ്യമില്ല. ഇതെന്തിനാ എനിക്ക് തന്നെ എനിക്ക് മനസ്സിലാവുള്ള. വീട്ടിൽ വെച്ചേക്കാം. ഇത്രയും നടന്നിട്ടും നമ്മള് അണ്ണാനെ കണ്ടില്ല. ആ സൂക്ഷ്മ നിരീക്ഷണത്തിനാണ് ഇച്ചായും കുഞ്ഞ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഞങ്ങള് മാത്രമേ ഉള്ളൂ. തെന്നലുണ്ടോന്ന് സംശയമുണ്ട് ഇവിടേക്ക്. അതെവിടെ ഒരു മീന്? കൊറേ ഉണ്ടല്ലോ മീന്. പക്ഷെ അത് ഇത്ര വലുതാവോ? അയ്യേ, പൂക്കട്ട ചീറ്റിട്ടു. നമുക്ക് അതിന്റെ ഉള്ളിൽ പോവാം, രസമുണ്ട്.
വെള്ളം തെറിക്കുന്നു നോക്കി കാണിച്ചു. ശരിക്കും ഈ ഒരു സാധനം നന്നായിട്ട് അടിച്ചാൽ മാത്രമാണ് വെള്ളം തെറിക്കുന്നത്. ആക്ച്വലി നമുക്ക് വെള്ളം തെറിക്കുമെന്ന് അറിയാം, പക്ഷെ ഇപ്പൊ തെറിക്കില്ല എന്ന് വിചാരിച്ച നമ്മൾ നിക്കണത്. പക്ഷെ പെട്ടെന്ന് ഇങ്ങ വരുമ്പോ ഒരു വല്ലാത്തൊരു വിയേർഡ്നെസ്. ഓ മൈ ഗോഡ്. പക്ഷെ വെള്ളം തെറിക്കുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് വെയിലും ഉണ്ടട്ടാ. ഇതറിയാൻ പറ്റില്ല നമ്മൾ വെയിലും കൊണ്ടത്. ഇസ്ലാ ദി ലാബോസിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി മറ്റൊരു ഭാഗം കൂടി ഉണ്ട്. അത് നെക്സ്റ്റ് വ്ളോഗിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.